നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിൻ്റെ വിഷുഫലം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പറയുന്നത് രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൻ്റെ ഈ വർഷത്തെ 2026 വിഷുഫലം. ഭരണി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ വരും, എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കുറച്ച് നീണ്ട വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വളരെ സമ്പൂർണമായ വിശദമായ ഒരു ഫലമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെന്ത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഭരണി നക്ഷത്രത്തെ പറ്റി പറയുന്നത് അവരുടെ പ്രധാന മാറ്റങ്ങൾ, ഈ വർഷം അവർക്ക് സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങൾ, തൊഴിലിലും സാമ്പത്തികത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, കുടുംബജീവിതത്തിലും പ്രണയ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങൾ, ആരോഗ്യവും അതിൻ്റെ മുൻകരുതലുകൾ എങ്ങനെ എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ, വിവാഹ മുഹൂർത്തങ്ങൾ, വിവാഹ സംബന്ധിയായ ഗുണങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഈ വർഷം, ഈ വിഷുവർഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗ്രഹനിർമ്മാണത്തിന്, അതായത് ഒരു വീട് വയ്ക്കുവാൻ സാധിക്കുമോ, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് പറ്റിയ സമയങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഒരു വാഹനം വാങ്ങുവാൻ സാധിക്കുമോ, അതിനെ പറ്റിയ അനുകൂലമായ സാഹചര്യങ്ങൾ, അതുകൂടാതെ തന്നെ പൊതുവായി ശ്രദ്ധിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഭരണി നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെ വളരെ വിശദമായിട്ടാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു ഫലം അറിയുന്നതിന് ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വിഷുഫലത്തിലേക്ക് കടക്കാം. എല്ലാ ഭരണി നക്ഷത്രക്കാർക്കും വിഷു ആശംസകൾ. സമ്പത്തും സൗഭാഗ്യങ്ങളും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ നിറഞ്ഞ ഒരു വിഷു വർഷം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ 80% ഉന്നതി ഉണ്ടാക്കുന്ന ഒരു വിഷുവർഷമാണ് നിങ്ങൾക്കിത്. അതായത് ഈ വർഷം, ഈ വിഷുവർഷം നിങ്ങൾ ചെയ്യുന്ന 80% കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഒരു വർഷം എന്ന് തന്നെ പറയാം. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ സംഭവിക്കുന്നത്. ശുക്രൻ അധിപനായ ഈ നക്ഷത്രത്തിന് കല, ആഡംബരം, സാമ്പത്തികം എന്നീ മേഖലകളിൽ നിന്നാണ് മികച്ച അവസരങ്ങളും നേട്ടങ്ങളും ഈ വിഷുവർഷത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. ധനസ്ഥിതി വളരെ മെച്ചപ്പെട്ട നിലയിലായിരിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ ഈ വർഷം തീർച്ചയായും സാധിക്കും. തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റം അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടാൻ വളരെ അനുകൂലമായ സമയമാണ്. വർഷത്തിൻ്റെ തുടക്കത്തിൽ അല്പം മന്ദഗതിയിലായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ നടക്കുക എന്ന് കരുതി നിങ്ങൾ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ജൂൺ മാസത്തോടു കൂടി വ്യാഴം ഉച്ചരാശിയിലേക്ക് കടക്കുന്നതോടു കൂടി നിങ്ങളുടെ പ്രവർത്തന മേഖലയിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ തുടങ്ങും. പിന്നീട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന ലക്ഷ്യങ്ങൾ, അത് പൂർണ്ണ രൂപത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സമയം ഈ ഉച്ചരാശിയിലേക്ക് വ്യാഴം കടക്കുന്ന ജൂൺ മാസത്തോടു കൂടി തന്നെ സംഭവിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള മനക്കരുത്തും ആരോഗ്യവും ബുദ്ധിശക്തിയുമൊക്കെ തീർച്ചയായും ജഗദീശ്വരൻ ഈ വിഷു വർഷത്തിൽ നൽകിയിരിക്കും. തൊഴിലും സാമ്പത്തികവും നമ്മൾ പരിശോധിക്കുമ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജോലിയിൽ സാരമായ മാറ്റങ്ങൾ, അത് പ്രമോഷനോട് കൂടി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട തരത്തിലുള്ള പുതിയ തൊഴിൽ മേഖലകളിലേക്ക് അല്ലെങ്കിൽ പുതിയ പൊസിഷനുകളിലേക്കൊക്കെ ചെല്ലേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതിന് വളരെ അനുകൂലമായ ഒരു സാധ്യത കാണുന്നുണ്ട്. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം തീർച്ചയായും ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷു വർഷത്തിൽ ലഭിക്കും. ഇനി ധനസ്ഥിതി നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായി ഈ വർഷം വളരെ മെച്ചപ്പെട്ടതാണ്. ഭൂമിയിൽ നിന്നോ പാരമ്പര്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സ്വത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ പാരമ്പര്യമായി നിങ്ങൾ കൈവശം വച്ചിരിക്കുന്ന സ്വത്തുവകകളിൽ നിന്നോ അപ്രതീക്ഷിതമായ ഒരു ലാഭം തീർച്ചയായും പ്രതീക്ഷിക്കാം. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കും. അതായത് നിങ്ങൾ വിൽക്കുവാനിട്ടിരുന്ന ഒരു വസ്തു നിങ്ങൾ ചോദിച്ച വിലയേക്കാൾ വലിയൊരു വില നൽകി ഒരാൾ പെട്ടെന്നൊരു മോഹവില നൽകി എടുക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ നടന്നേക്കാം. അല്ലെങ്കിൽ
നിങ്ങൾക്ക് ഒരു ഭൂമിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പത്തോ കൈമാറ്റം ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ നാളിതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ നിസ്സാരമായി പരിഹരിച്ച് ആ തടസ്സങ്ങൾ മാറി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ധനം നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്ന വിധത്തിൽ അതിന് ഒരു ക്രയവിക്രയം സംഭവിക്കുവാൻ വളരെ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ പണം ചെലവഴിക്കാനുള്ള അവസരം ലഭിക്കും. അത് ആഡംബര വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊരു വാഹനമുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ മെച്ചപ്പെട്ട ഒരു വാഹനം ആണെങ്കിൽ പോലും സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ വീട്, അതിനേക്കാൾ വലിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക്, വലിയൊരു സൗധത്തിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ വേണ്ടി പണം ചെലവഴിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതായത് സാമ്പത്തികപരമായ ഉന്നതിയും ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള ഒരു സാധ്യതയും തീർച്ചയായും ഈ വിഷു വർഷത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് സംഭവിക്കും. അതുപോലെ വിദേശ യാത്ര ചെയ്യണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്ന ശേഷം തിരികെ പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടന്നവർ, ഇത്തരത്തിലുള്ളവർക്കെല്ലാം നിങ്ങളുടെ ആഗ്രഹം പോലെ വിദേശത്തേക്ക് പോകുവാനും അവിടെ ഒരു തൊഴിൽ കണ്ടെത്തുവാനും അത് മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകുവാനും അനുകൂലമായ സമയമാണ്. അത് തൊഴിൽ തേടി വിദേശത്തേക്ക് പോകണം എന്ന് തന്നെ ഇല്ല. ഉപരി പഠനത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാക്ടീസിനോ സ്കോളർഷിപ്പിനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇത് സാധ്യമാണ്. എന്തായാലും ഭരണി നക്ഷത്രക്കാർക്ക് വിദേശ യാത്ര ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ഈ വിഷു വർഷം അവരുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടാകും. ഇനി നമുക്ക് കുടുംബ ജീവിതവും പ്രണയ ജീവിതവുമൊക്കെ എങ്ങനെയാണ് എന്ന് നോക്കാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു വിഷു വർഷക്കാലമാണിത്. ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വളരെ മനോഹരമായി പരിഹരിച്ച് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ അവസരങ്ങൾ ധാരാളം ലഭിക്കും. മനസ്സ് തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിച്ച് ഒരു മനസ്സോടുകൂടി തുടർന്ന് നിങ്ങളുടെ കുടുംബ ജീവിതം കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ കുടുംബത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കും. അതുപോലെ വേർപിരിഞ്ഞ് നിന്നിരുന്ന രണ്ടുപേർ അവർക്ക് തുടർന്ന് ജീവിക്കണം എന്ന് ചില സാഹചര്യവശാൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടെല്ലാം അകന്ന് പോകേണ്ടി വന്ന വ്യക്തികൾ, ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് വീണ്ടും ഒന്നിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അനുകൂലമായ ഒരു സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് വിവാഹമാകാം, ഗൃഹപ്രവേശമാകാം. അത്തരം ചടങ്ങുകൾ നമ്മുടെ കുടുംബത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മംഗള കാര്യങ്ങളിൽ പങ്കാളിയാകുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനുമൊക്കെ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷു വർഷം അവസരമുണ്ടാകും. പ്രണയകാര്യങ്ങൾ, പ്രണയ ജീവിതം, ഈ പ്രണയ ജീവിതത്തിലുള്ള ചില വിള്ളലുകളൊക്കെ മാറി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനായി സാധ്യതയുണ്ട്. അതുപോലെ പ്രണയിക്കുന്നവർ തമ്മിൽ വിവാഹം ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്തിൻ്റെ പേരിലായാലും ശരി തന്നെ അതൊക്കെ മാറി കാര്യങ്ങൾ ഈ പ്രണയിനികൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവരോ അല്ലാത്തവരോ ആയവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും ഈ വിഷുവർഷം സാധിക്കും എന്നത് പ്രത്യേകം പറയേണ്ടതാണ്. ഇനി ഗ്രഹ നിർമ്മാണം, സ്വന്തമായി വീട് പണിയാനോ ഒരു വീട് സ്വന്തമാക്കുവാനോ അല്ലെങ്കിൽ വാങ്ങുവാനോ പുതിയതായി പണി കഴിപ്പിക്കുവാനോ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ വർഷം ഉള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ധൈര്യമായി മുമ്പോട്ടിറങ്ങുക. തുടക്കത്തിൽ കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി അതാത് സമയങ്ങളിൽ കൈവശം പണം വന്നു ചേരുകയും ആ പണി തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ഭവനം സ്വന്തമാക്കുവാനും തീർച്ചയായും ഈ വിഷുവർഷം സാധിക്കും. ആരോഗ്യകാര്യങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് തൃപ്തികരമായ ഒരവസ്ഥ തന്നെയാണ്. എങ്കിലും ചില മുൻകരുതലുകൾ കൂടി എടുക്കുക. രക്തസമ്മർദ്ദം, കണ്ണ് സംബന്ധമായ ചില അസുഖങ്ങൾ, അസ്വസ്ഥതകൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവയൊന്ന് ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ കൃത്യമായും ആവശ്യമായ ചികിത്സ നേടിത്തന്നെ മുന്നോട്ട് പോകണം.
ഏഴര ശനിയാണ് നിങ്ങൾക്ക്. ഏഴര ശനി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക്. ശത്രുക്കളെയും ഈ രഹസ്യ ഇടപാടുകളെയുമെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച് ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ ജാഗ്രത പാലിക്കണം. അത് എപ്പോൾ വേണമെങ്കിലും വെളിവാക്കപ്പെടുവാനും തന്മൂലം നിങ്ങളുടെ ശത്രുക്കൾ അത് ആഘോഷിക്കുവാനും നിങ്ങൾ ചിലപ്പോൾ നിയമക്കുരുക്കുകളിലോ നടപടികളിലോ പോലീസ് കേസുകളിലോ ഒക്കെ പോയി പെടുവാനെല്ലാം സാധ്യത ചിലപ്പോൾ വരും. അത് ഈ ഏഴര ശനി തുടരുന്നത് കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഒരു പ്രശ്നങ്ങളിലും നിങ്ങൾ ചെന്ന് ഇടപെടാതിരിക്കുക. തൻ്റേതല്ലാത്ത ഒരു പ്രശ്നങ്ങളും എടുത്ത് തലയിൽ വയ്ക്കരുത്. തർക്കങ്ങളിലും വഴക്കുകളിലും കേസുകെട്ടുകളിലും നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാനായിട്ട് കൂടി നിങ്ങൾ ശ്രമിക്കണം. ഭാഗ്യദേവതയുടെ കടാക്ഷം വളരെ ഉള്ള ഒരു അനുഗ്രഹീത വർഷമാണ് ഈ വിഷുവർഷം. അതുകൊണ്ടാണ് 80% നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാകും, ഉന്നതി ഉണ്ടാകുമെന്ന് ആദ്യമേ പറഞ്ഞത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് നല്ല സമയമാണ്. അങ്ങനെ എന്തെങ്കിലും പ്ലാനുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് മാറ്റിവെക്കേണ്ടതില്ല, മടിക്കേണ്ടതില്ല. അതുമായി തന്നെ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും അതിൽ നിന്ന് വരുമാനവും നേട്ടവും ഒക്കെ ഉണ്ടാക്കി അതിനെ വിജയിപ്പിക്കുവാനും അനുകൂലമായ സമയമാണ്. നിങ്ങൾ കുറച്ച് പരിശ്രമിച്ചാൽ മാത്രം മതി. അത് അതിൻ്റേതായ വഴിയിൽ ഉയർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു സംരംഭമായത് മാറും. ഏത് കാര്യത്തിലും നിങ്ങൾ മുതിർന്നവരുടെ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങുന്ന ഒരു സംരംഭത്തിലോ ബിസിനസ്സിലേക്കോ ഇറങ്ങുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം കൂടി തേടുവാൻ മറന്നു പോകരുത്. കാരണം നിങ്ങൾക്ക് ഒപ്പമുള്ള ചിലരുടെ അഭിപ്രായം സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന കാരണത്താൽ അവർക്ക് നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ ശരിയായ അറിവില്ലാത്ത ഉപദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ പ്രതികൂല അവസ്ഥയിലെത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപദേശങ്ങൾ തേടണം. തേടുന്നത് തീർച്ചയായും ആ മേഖലയിൽ അറിവുള്ളവരുമായിട്ടായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം വീട് വയ്ക്കുവാനും വാഹനം വാങ്ങുവാനും ഏറ്റവും അനുയോജ്യമായ മാസങ്ങളെക്കുറിച്ച് കൂടി നമുക്കിനി നോക്കാം. ഈ ജൂൺ മാസത്തിൽ വ്യാഴം കർക്കിടക രാശിയിൽ, അതായത് ഉച്ചത്തിലേക്ക് എത്തുന്നതോടുകൂടിയാണ് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾക്ക് ശക്തി വർദ്ധിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് വർഷത്തിൻ്റെ പകുതിയോടുകൂടി ഇപ്പോഴുള്ള എല്ലാ തടസ്സങ്ങളും, ചെറിയ ചെറിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി കാര്യങ്ങളെല്ലാം കൂടുതൽ ശുഭകരമാകുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസത്തിന് ശേഷം. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലാവസ്ഥ തീർച്ചയായും ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഗൃഹനിർമ്മാണം ആരംഭിക്കാം, വാഹനങ്ങൾ വാങ്ങാം. മേടം ഇടവം, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിഷുവിന് ശേഷമുള്ള തുടക്കം, വീട് പണിയുന്നതിന് തുടക്കമിടുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അക്ഷയ തൃതീയ ഈ ഏപ്രിൽ 19-ാം തീയതിയാണ്. അപ്പോൾ ഈ അക്ഷയ തൃതീയ പോലുള്ള ദിനങ്ങൾ നിങ്ങൾക്ക് വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ തറക്കല്ലിടുവാനോ ഒക്കെ, അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കാനാണെങ്കിൽ പോലും അതിനുവേണ്ടി ഇറങ്ങാൻ വളരെ അനുകൂലമായ ഉത്തമമായ ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. വ്യാഴം അനുകൂലമായി നിൽക്കുന്നതിനാൽ തറക്കല്ലിടുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ, മലയാള മാസം ചിങ്ങം അഥവാ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വ്യാഴം വളരെ അനുകൂലമായി നിൽക്കുന്നതിനാൽ ഈ സമയത്തും തറക്കല്ലിടുന്നത് ദീർഘകാല ഐശ്വര്യത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. പിന്നെ വൃശ്ചിക മാസം, അതായത് നവംബർ ഡിസംബർ വർഷാവസാനം വീട് താമസം, അതായത് ഗൃഹപ്രവേശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ആ മാസങ്ങളിലെ അനുകൂലമായ മുഹൂർത്തങ്ങൾ ധാരാളം ഉണ്ടാവും. അത് നിങ്ങളുടെ നക്ഷത്രവും ആ വീട്ടിലെ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ നക്ഷത്രങ്ങൾക്ക് ആനുപാതികമായ ശുഭമുഹൂർത്തങ്ങൾ കണ്ടെത്തി ആ ദിവസങ്ങളിൽ മാറുക. അതെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന സമയങ്ങളാണ്. ഇനി വാഹനം വാങ്ങുകയാണെങ്കിൽ, ഈ ഭരണി നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഡംബര ജീവിതം നയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായി ജീവിതത്തിൽ അനുഭവപ്പെടും. ഈ ഭരണി നക്ഷത്രക്കാർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുവാനോ ആഡംബരങ്ങളിൽ ജീവിക്കുവാനോ ഒക്കെ ഉള്ള താല്പര്യവും അതിനൊപ്പം തന്നെ അതിനുള്ള ഒരു അനുഗ്രഹവും ഈ ശുക്രൻ അധിപനായതിനാൽ ശുക്രഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും ഈ ഭരണി നക്ഷത്രത്തിന് ഉണ്ടാകും. അതിന് ഈ 2026 ജൂൺ ജൂലൈ മാസത്തിൽ വ്യാഴമാറ്റം സംഭവിക്കുന്ന സമയത്ത് അതിന് ശേഷമൊക്കെ വാഹനം വാങ്ങുന്നത്
നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങളുടെ തൊഴിലുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് വാഹന യാത്രകൾ നിങ്ങൾക്ക് വളരെ ഐശ്വര്യം നൽകുന്നതാണ്. ലക്ഷ്യപ്രാപ്തി വളരെ ഈസിയായി നേടുവാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ സെപ്റ്റംബർ, അതായത് ചിങ്ങമാസത്തിലെ ശുഭമുഹൂർത്തങ്ങളിൽ വാഹനം വാങ്ങുന്നത് നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതാണ്, മികച്ച നേട്ടങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഒക്ടോബറിൽ നവരാത്രി സമയത്ത് ഒക്ടോബർ 11 വിജയദശമി വരികയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ വാഹനം വാങ്ങുന്നത് അല്ലെങ്കിൽ വാഹനത്തിന് അഡ്വാൻസ് കൊടുക്കുന്നതോ ബുക്ക് ചെയ്യുന്നതോ ഒക്കെ ഭരണി നക്ഷത്രക്കാർക്ക് വളരെ വിശേഷപ്പെട്ടതും ആ വാഹനം കൊണ്ട് പിൽക്കാലത്ത് വളരെ നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നതും ഒക്കെയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. ചൊവ്വാഴ്ചകൾ പരമാവധി ഒഴിവാക്കുക. അതായത് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഭരണി നക്ഷത്രക്കാർ ചൊവ്വാഴ്ച അവർക്ക് അത്ര ശുഭകരമല്ലാത്ത ദിവസമാണ്. അതുപോലെ കരിദിനങ്ങൾ അവയെല്ലാം നമ്മളൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാഹുകാലത്ത് ഏതൊരു വലിയ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലം നോക്കി ശുഭ സമയത്ത് മാത്രം ഇറങ്ങുക. അല്ലെങ്കിൽ കരാറുകളിൽ ഒപ്പിടുന്നതെല്ലാം ഈ രാഹുകാലം നോക്കി അതിനുശേഷമുള്ള ശുഭ സമയത്ത് മാത്രം ഒപ്പിടുക. എങ്കിൽ നിങ്ങൾക്കത് നല്ല ഗുണങ്ങൾ ചെയ്യും. ശനിദോഷം 7.5 ശനി നിലനിൽക്കുന്നതിനാൽ വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധ ഒരു കാരണവശാലും പാടില്ല. അമിത വേഗത ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഇൻഷുറൻസ്, വാഹനത്തിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം പക്കാ ചെയ്യണം. ട്രാഫിക് റൂളുകൾ കൃത്യമായും പാലിക്കാനായിട്ട് ശ്രമിക്കണം. മദ്യപിച്ചുകൊണ്ടോ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടോ അസമയത്ത് രാത്രി കാലങ്ങളിൽ ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായ ഉള്ള യാത്രകളെല്ലാം ഒഴിവാക്കണം. കാരണം 7.5 ശനി കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെയ്ത് വെറുതെ തലപുണ്ണാക്കി പ്രശ്നങ്ങളിൽ, തർക്കങ്ങളിലും വഴക്കുകളിലും കേസിലും കോടതി, പോലീസ് സ്റ്റേഷൻ, കത്തിക്കുത്തി അടിപിടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 80% ഉന്നതി, നേട്ടം, ഭാഗ്യാനുഭവങ്ങൾ ഈ വിഷുവർഷത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ നമ്മളായി തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങളുടെ പിറകെ പോകുവാനേ കഴിയുകയുള്ളൂ. ഭരണി നക്ഷത്രക്കാർക്കല്ല ആർക്കായാലും ശരി തന്നെ പണം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ജോലി ചെയ്യണം. നമ്മുടെ ബിസിനസ്സെങ്കിൽ അത്, ഔദ്യോഗിക കൃത്യനിർവഹണമാണെങ്കിൽ അത്, ആ മേഖലയിൽ നമ്മുടെ കർമ്മരംഗം ഏതായാലും അതിൽ പരിപൂർണ ശ്രദ്ധയോടുകൂടി നല്ല കഠിനമായി പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ, ഈ പറഞ്ഞ 80% സൗഭാഗ്യങ്ങൾ ഈ വിഷുവർഷത്തിൽ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കി അതിൻ്റെ ഇതിൻ്റെയൊക്കെ പിറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മരംഗത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലോ ഔദ്യോഗിക രംഗത്തോ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുകയില്ല. നമുക്കൊന്നും നേടിയെടുക്കുവാനും സാധിക്കാതെ വരും. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ജാഗ്രത ഉണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൃത്യമായ ജനന സമയവും സ്ഥലവും ഒക്കെ വെച്ച്, എവിടെയാണ് ജനിച്ചതെന്നൊക്കെ വെച്ചിട്ട് ഒരു ജ്യോതിഷനെ കണ്ട് ദശാപകാരങ്ങളൊക്കെ പരിശോധിക്കുക. ചെറിയ തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ഒരുപാട് ചിലവുകളുള്ള കാര്യങ്ങളിലൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. കാരണം പൊതുവേ അനുകൂലമായ ഒരു സമയമാണ് സംജാതമായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി മോശം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. വിവാഹ മുഹൂർത്തങ്ങളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യാഴം രാശിയുടെ 4-ാം ഭാവത്തിൽ ഉച്ചത്തിലാണ് വരുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. വിവാഹം ആലോചിക്കുന്നവർക്കും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പ്രണയബന്ധങ്ങളിൽ നിന്ന് വിവാഹത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഈ വർഷം വളരെ പോസിറ്റീവാണ്, അനുഗ്രഹീതമാണ്. വിവാഹം മുടങ്ങിക്കിടന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ശ്രമിച്ചാൽ ഈ വിഷു വർഷത്തിനുള്ളിൽ വിവാഹം നടക്കും. മേടം, ഇടവം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിഷുവിന് ശേഷമുള്ള ഈ കാലയളവ് വിവാഹ നിശ്ചയത്തിന് വളരെ നല്ലതാണ്. എൻഗേജ്മെൻ്റൊക്കെ നടത്താൻ അനുകൂലമായ സമയമാണ്. ഈ സമയത്ത് വരുന്ന ശുഭമുഹൂർത്തങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ദാമ്പത്യ സൗഖ്യം ലഭിക്കും. പിന്നെ ചിങ്ങമാസം, അത് ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ സമയങ്ങളിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി കാരണം ഈ മാസങ്ങളിൽ നടത്തുന്ന വിവാഹ ബന്ധങ്ങളും ഐശ്വര്യപൂർണവും സമാധാനപരവുമൊക്കെ ആയിരിക്കും. വൃശ്ചികം, ധനു മാസങ്ങൾ, അതായത് നവംബർ, ഡിസംബർ വർഷാവസാനമുള്ള ഈ മാസങ്ങളും വിവാഹത്തിന് ഏറ്റവും ഡിമാൻഡ്, നല്ല അനുകൂലമായ സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. ഈ കാലയളവിൽ അപ്രതീക്ഷിതമായി നല്ല ആലോചനകൾ വരാൻ പോലും സാധ്യതയുള്ള സമയമാണ്. പിന്നെ പൊരുത്തം, ചൊവ്വയുടെയും ശുക്രൻ്റെയും സ്വാധീനം ഉള്ളതിനാൽ പങ്കാളിയുമായി നല്ല വൈകാരിക ബന്ധം പുലർത്തുവാനായിട്ട് തീർച്ചയായും സാധിക്കും. വിവാഹാനന്തരം നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. നല്ല
ചേർച്ചയുള്ള നക്ഷത്രങ്ങളായിരിക്കണം വിവാഹത്തിന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. വിവാഹാനന്തരം ഭാഗ്യങ്ങൾ ലഭിക്കും. വിവാഹത്തിന് ശേഷം സാമ്പത്തിക നില മെച്ചപ്പെടാനും പുതിയ വീട്ടിലേക്ക് മാറുവാനുമൊക്കെ ഭരണി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. മുൻകാലങ്ങളിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറുന്ന കാലം കൂടിയാണ് വിഷുവർഷമെന്ന് വീണ്ടും പറയുകയാണ്. കഴിഞ്ഞ 2 വർഷമായി വിവാഹ കാര്യത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ 2026 ജൂണിന് ശേഷം പൂർണ്ണമായും മാറും. ഈ അവസരം വിവാഹ കാര്യങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്രദമാക്കുക. നിങ്ങൾ മടിച്ചിരിക്കരുത്. വിവാഹാലോചനകളുമായി മുന്നോട്ട് പോകുക. പങ്കാളികൾക്കായിട്ടുള്ള തെരച്ചിലുകൾ നമ്മൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ വഴിയോ എങ്ങനെയാണെങ്കിലും ശരി തന്നെ നമ്മൾക്ക് ഒരു പങ്കാളിയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറി വരുന്ന ഈ സാഹചര്യത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി ഒന്ന് ശ്രമിച്ചാൽ വിവാഹം ഇതുവരെ നടക്കാതിരുന്നവർക്ക് തീർച്ചയായും വിവാഹം സംഭവിക്കും. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. 7.5 ശനി കാലഘട്ടമാണ്. ശനിദോഷം നിലനിൽക്കുന്നതിനാൽ വിവാഹത്തിന് മുമ്പ് ജാതക പൊരുത്തം, പ്രത്യേകിച്ച് പാപസാമ്യം കൃത്യമായി പരിശോധിക്കുന്നത് വളരെ വേണ്ടപ്പെട്ട കാര്യമാണ്. വ്യാഴത്തിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കും. ജൂൺ മാസത്തിന് ശേഷമുള്ള മുഹൂർത്തങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കാലദോഷങ്ങൾ അഥവാ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ പരിഹാരങ്ങൾ, പൊതുവായിട്ടുള്ളൊരു പരിഹാരം പറയുകയാണെങ്കിൽ വിവാഹ തടസ്സങ്ങൾ മാറാൻ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങളിൽ സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ ഭാഗ്യദേവതയുടെ കടാക്ഷം വളരെയധികം അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള വർഷമായതിനാൽ തന്നെ നിങ്ങൾ നല്ല മനസ്സോടുകൂടി, നല്ല ചിന്തകളോടുകൂടി, നല്ല പ്രവർത്തികളോടുകൂടി നിങ്ങളുടെ സംരംഭങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. സർവ്വവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും. കഴിയുന്നിടത്തോളം ഈശ്വര പ്രാർത്ഥനകൾ നടത്തുക. നിങ്ങളുടെ ഇഷ്ട ദേവതകളെ പോയി കാണുക. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ കഴിയുമ്പോൾ സന്ദർശനങ്ങൾ നടത്തുക. തങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അതിനേക്കാളെല്ലാം പ്രധാനമായ ഒരു കാര്യം സഹജീവികളോട് കരുണയോടും ദയോടും കൂടി പെരുമാറുക. സാധു മൃഗങ്ങൾക്കും മനുഷ്യനും പക്ഷി മൃഗാദികൾക്കുമെല്ലാം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, ആഹാരം, വെള്ളം തുടങ്ങിയവയെല്ലാം നൽകുക. മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാനായി ഒരു കാരണവശാലും പോകരുത്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം കെടുത്താൻ ഇടയാക്കും. എല്ലാവരോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ദൈവിക ചൈതന്യം കുടികൊള്ളും. ആ ഒരു പവർ മതി നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും ഈ വിഷുവർഷത്തിൽ സ്വായത്തമാക്കാൻ. യാതൊരു തർക്കവുമില്ല. ശനി അല്ലേ, 7.5 ശനി ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഗ്രഹങ്ങളും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ശനി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഇഴകേറി പരിശോധിക്കുന്ന ഒരു ജഡ്ജാണ്, ഒരു ന്യായാധിപനാണ്. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ദോഷമൊന്നും സംഭവിക്കില്ല. നമ്മൾ ആവശ്യമില്ലാത്ത മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരുടെ തട്ടിയെടുക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ക്രൂരപ്രവർത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ശനി നല്ല തിരിച്ചടി നൽകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നല്ലവരായി സമാധാനപ്രിയരായിട്ട് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ ശനി വലിയ ദോഷമൊന്നും ചെയ്യില്ല. എന്ന് മാത്രമല്ല, നമുക്ക് ശനി സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും കടബാധ്യത കഷ്ടപ്പാടൊക്കെ വരികയാണെങ്കിലും ഈ ശനി പോയി കഴിയുന്ന സമയത്ത്, അതായത് ശനി ഒഴിഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് കുറേ സൗഭാഗ്യങ്ങൾ തന്നിട്ട് പോകും. അത് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. അതുകൊണ്ട് ശനിദേവനെ ഭയപ്പെടേണ്ട. ശനി ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശനീശ്വര ക്ഷേത്രങ്ങളിൽ ചെന്ന് ചെറിയ വഴിപാടുകളോ മറ്റോ ഒക്കെ ചെയ്യാം. നിങ്ങളുടെ മനഃശാന്തിക്ക് വേണ്ടി ചെയ്യാം. കാക്കയ്ക്കും നായകൾക്ക്, അതായത് നായ എന്ന് പറയുമ്പോൾ കാലഭൈരവൻ്റെ ഇഷ്ട മൃഗമാണ് നായ എന്ന് പറയുന്നത്. അത് തെരുവ് നായ്ക്കൾ. അവയ്ക്ക് ഈ തെരുവ് നായ്ക്കളെയെല്ലാം പറ്റുമെങ്കിൽ ഒരെണ്ണത്തിനെടുത്ത് എടുത്ത് വീട്ടിൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ കഴിയുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ ഇങ്ങനെയുള്ള മൃഗങ്ങൾക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. അതെല്ലാം നമുക്ക് ഈ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. ഈ വലിയ വലിയ പൂജകളും വഴിപാടുകളും ചെയ്യാൻ പോകുന്ന മനുഷ്യർക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളാണ്. നമ്മൾ ഇത്രയും പണം മുടക്കി
വെറുതെ കൊണ്ടുചെന്ന് കുറേ പണം അവിടെ ഇവിടെയൊന്നും മുടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒപ്പമുള്ളവർ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഈ പാവപ്പെട്ട ജീവജാലങ്ങൾക്ക് ഒക്കെ, സഹജീവികൾക്ക്, അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും, അവർക്കെല്ലാം നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് തണുക്കും. അവയും കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ചുറ്റും ഒരു വലയം ഉണ്ടാവും. എന്താണ്? ഒരു പോസിറ്റീവ് അന്തരീക്ഷം സംജാതമാവും. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഈ ശത്രുക്കളും ഈ മറ്റുള്ളവരും ഈ ദോഷങ്ങളും ഒന്നും ബാധിക്കില്ല. നമ്മൾ സർവശക്തരായി ഈശ്വരൻ്റെ സംരക്ഷണയിൽ നമ്മൾ ഈ പോസിറ്റീവ് എനർജിക്കുള്ളിൽ തന്നെ നിന്ന് വളരെയധികം നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടും. അപ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ വിഷുവർഷ ഫലം ഇതൊക്കെയാണ്. നിങ്ങൾക്ക് നല്ല വർഷമാണ്. നല്ല സമ്പത്തും ഉന്നതിയും സമാധാനവും വിവാഹവും വാഹനവും തൊഴിലും വീടും എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. 80% ഭാഗ്യ ദേവതയുടെ കടാക്ഷം നിങ്ങൾക്ക് ഉള്ള ഒരു വർഷം തന്നെയാണ്. എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.